ഒരു രസകരമായൊരു പ്രസ്താവന എന്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ റഹീമിന്റെ ഭാഗത്തുണ്ടായി. ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. എല്ലാരും ചിരി അടക്കി പിടിച്ചോണം കേട്ടല്ലോ. അഥവാ ഇനി അടക്കി പിടിച്ച ചിരി ഉച്ചിയിൽ കയറി ഉളുക്കി പിടിച്ചാലും ആരും ചിരിച്ചേക്കരുതേ. കോൺഗ്രസിന് പ്രത്യയശാസ്ത്ര ശൂന്യതയാണ്. എന്തോ എങ്ങനെ കോൺഗ്രസിന്റെ പ്രശ്നം പ്രത്യയശാസ്ത്ര ശൂന്യതയാണ്. കമ്മ്യൂണിസ്റ്റിന്റെ പ്രശ്നം എന്ത് ശൂന്യതയാണിക്ക? അത് കണ്ടുപിടിച്ചു. എന്താ ഉറക്കം വരുന്നു. പ്രതിപക്ഷ പാർട്ടികളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കുന്നതിൽ നമ്മൾ എല്ലാവരും അഗ്രഗണ്യരാണ്. അവന്റെ നടപ്പിലും ഭാവത്തിലും ഒക്കെ എന്തോ ഒരു പെശക എനിക്കും തോന്നിയതാണ്. ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾക്ക് അവർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ധാരണയില്ലെങ്കിൽ റഹീമിക്കയോട് ചോദിച്ചാൽ മതി. പക്ഷെ സ്വന്തം തരി ഈ അവസ്ഥയിൽ എങ്ങനെ എത്തി എന്നതിനെ കുറിച്ച് ഇക്കായ്ക്ക് യാതൊരു ഐഡിയയും ഇല്ല. അത് സംഘപരിവാറും ഇതും തമ്മിൽ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ്. ഏത് നിമിഷവും അതിങ്ങനെ വരാം എന്നതാണ് ഏറ്റവും പ്രധാനം. സംഘപരിവാരവുമായിട്ട് അത് ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഏത് നിമിഷവും ഇത് അങ്ങനെ ആകാം എന്നതാണ് അതിന്റെ ഒരു ഇത് എന്നാണ് ഇക്കയുടെ ഒരു ഇത്. എല്ലാവർക്കും എല്ലാം മനസ്സിലായില്ലേ? അതാണ് റഹീമിക്ക. പുള്ളി പറഞ്ഞത് എന്താണെന്ന് പുള്ളിക്ക് തന്നെ മനസ്സിലാകണമെങ്കിൽ പുള്ളി പറഞ്ഞത് റെക്കോർഡ് ചെയ്ത് വേറെ ആരെങ്കിലും കേൾപ്പിച്ചിട്ട് അവര് പുള്ളിക്ക് വിശദീകരിച്ചു കൊടുക്കണം. ഗാന്ധിയെ മറന്ന, നെഹ്റുവിനെ മറന്ന കോൺഗ്രസ് ഇപ്പോൾ സവർക്കറിൽ അഭയം പ്രാപിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പൊ ഔസേപ്പച്ചൻ പറഞ്ഞത് നേരാ, ഇത് വട്ട് തന്നെ മുഴുവട്ട്. അല്ല, കോൺഗ്രസ്സുകാർ പോലും മറന്ന ഗാന്ധിയെയും നെഹ്റുവിനെയും ഒക്കെ അടിക്കടിക്ക് ഇങ്ങനെ സ്മരിച്ചുകൊണ്ട് പ്രസംഗങ്ങൾ കാഴ്ചവെക്കുന്നത് കൊണ്ട് ചോദിച്ചതാ. പിന്നെന്താ പറഞ്ഞേ? അവര് സവർക്കറിൽ അഭയം പ്രാപിച്ചു എന്ന് അല്ലേ? അതും ക്ഷമിച്ചുകള. അവർക്ക് അഭയം പ്രാപിക്കാൻ സ്വന്തമായിട്ട് പിണറായി വിജയനെ പോലുള്ള പ്രത്യേക നവകേരള മോഡൽ വിഗ്രഹങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ കിട്ടുന്നതിൽ അഭയം പ്രാപിച്ചോട്ടെ. ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലാതെ എന്നെ ഒറ്റയടിക്കും കൊന്നുതരാൻ പറ്റും. കേരളത്തിൽ അത് സാധിക്കാതിരിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ കരുത്തുള്ളത് കൊണ്ടാണ്. അരുത്, ചിരിക്കണം എന്ന് തോന്നും, ചിരിക്കരുത്. സീരിയസ് ആണ്. കണ്ണട കണ്ടല്ലോ എല്ലാരും. കേരളത്തെ പിടിച്ചു നിർത്തുന്നത് ഇടതുപക്ഷമാണ്. ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി ഇത് ആവർത്തിച്ചണ്ടല്ലേ രണ്ട് കഷ്ണക്കി കളഞ്ഞ. കേരളം എന്ന് ഒതുക്കിയതിൽ എനിക്ക് അല്പം പ്രതിഷേധമുണ്ട് റഹീമിക്ക. ഇന്ത്യ എന്ന് പറയണമായിരുന്നു. ഇന്ത്യയുടെ ബലം, ഇന്ത്യയുടെ നട്ടെല്ല്, ഇന്ത്യയെ പിടിച്ചു നിർത്തുന്നത് ഇടതുപക്ഷമാണ്. അങ്ങനെ പറഞ്ഞിട്ട് ആ കണ്ണടയുടെ ഒരു കാലിൽ പിടിച്ച് ഒന്ന് കുലുക്കുക കൂടി ചെയ്താൽ പെർഫെക്റ്റ്. MP ഗോവിന്ദന് പകരക്കാരൻ ആര് എന്ന ചോദ്യത്തിന് പിന്നെ വേറെ ഉത്തരമില്ല. അവനെ പെരുമാറ്റവും വർത്താനവും ഒക്കെ ഡീസന്റ് ആയിരിക്കണം, ഒരു ഗാംഭീര്യമൊക്കെ വേണം. So can you the government of Karnataka make a audit? ഇത്രയും മതിയാവൂ. ഈ 50-ാം വയസ്സിലും പാർട്ടിയുടെ യുവ സംഘടനയുടെ ദേശീയ തലവനായിരിക്കുന്ന റഹീമിക്ക തന്നെ പ്രസ്ഥാനത്തിന്റെ ഭാവി താത്വിക ആചാര്യൻ. ഞാനാണിപ്പോ മാനങ്കര മണ്ഡലത്തിലെ പാർട്ടിയുടെ ബുദ്ധിജീവി. സ്റ്റഡി ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് ഇപ്പൊ ഞാനാണ്. ബുദ്ധിജീവി ആയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അച്ഛാ. എന്ത് പ്രശ്നം? സമരത്തിന് പോണം, അടിപിടിക്ക് പോണം, അങ്ങനെ പല രീതിയിലും നമ്മുടെ തടി കേടാകും. കേരളത്തിൽ ഇടതുപക്ഷം കരുത്തില്ലായിരുന്നുവെങ്കിൽ, കേരളത്തിൽ മാത്രമുള്ള ഇടതുപക്ഷത്തിന് കരുത്തില്ലായിരുന്നുവെങ്കിൽ എന്നുപോലും പറയാനുള്ള സാഹചര്യം നിലവിലില്ല. പോട്ടെ, കരുത്ത് കാണിച്ച് 35-ലെത്തി. അതിനും താഴേക്ക് എത്താനുള്ള കരുത്തുകാട്ടൽ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു മയത്തിനൊക്കെ കാട്ടണേക്ക. ബംഗാളിനെ കുട്ടിച്ചോറാക്കി തീർത്ത ഈ CPM-കാര് ത്രിപുരയിൽ ഇപ്പൊ അവർക്ക് കാലുകുത്താൻ ഇടമുണ്ടോ? പിന്നീട് 2 വട്ടം തുടർച്ചയായിട്ട് പിണറായി വിജയനും ഇരുന്ന് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഭരണവും നഷ്ടപ്പെട്ടു. സ്വാഭാവികം. ആരോ പറഞ്ഞതുപോലെ മുണ്ടും ഷർട്ടും ഇട്ടാൽ സംസ്ഥാനം, പാന്റും ഷർട്ടും ഇട്ടാൽ കേന്ദ്രം. അതാണ് നമ്മുടെ തരിയുടെ അവസ്ഥ. എങ്കിലും അധര വ്യായാമം നടത്തുന്ന സമയത്ത് ഇത്തരം അതീവ ശ്രദ്ധയോടെയുള്ള അബദ്ധ വർണ്ണനകൾ നിങ്ങൾക്കൊരു അലങ്കാരം തന്നെയാണ്. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? ചോദ്യം ചെയ്യാനുള്ള ഒരു ശക്തിയായി ഇടതുപക്ഷം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, അങ്ങനെയല്ല, ചോദ്യചിഹ്നമായി ഇടതുപക്ഷം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, അങ്ങനെയുമല്ല, ഇടതുപക്ഷം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ തള്ളേ ഇത് ഇല്ലാതായിരുന്നെങ്കിൽ. അയ്യോ അല്ല, ടോൺ മാറിപ്പോയതാ. ഇടയ്ക്ക് അറിയാതെ മനസാക്ഷിയുടെ ടോൺ കയറി വന്നു. ബാക്കി പറ. കർണാടക പോലെ, ഹിമാചൽ പോലെ, തെലങ്കാന പോലെ, ബംഗാൾ പോലെ, ത്രിപുര പോലെ,
കേരളത്തിലും ഇന്ന് വന്ദേമാതരം പൂർണ്ണമായി ആചരിച്ചേനെ. വന്ദേമാതരം പൂർണ്ണമായി ആചരിച്ചേനെ എന്നോ? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അപ്പൊ വന്ദേമാതരം ഒരു ഗാനമല്ലേ ഇക്ക? അതൊരു ആചാരമാക്കിയോ? ആചരിക്കുകയല്ല, ആലപിക്കുകയാണെന്ന് പോലും അറിയാൻ കഴിയാത്ത ഒരു സാധനമാണ്. ഒരു അബദ്ധം പറ്റിപ്പോയി പുള്ളിക്ക് ചില വാക്കുകൾ. നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാ തുറക്കുന്നത് കൊണ്ട് ഞങ്ങൾ പുതിയ കാര്യങ്ങളൊക്കെ അറിയുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വരണേ. അപ്പൊ പറഞ്ഞു വന്നത് വന്ദേമാതരം ആചരിച്ച കാര്യം. എനിക്ക് ഈ പ്രഷർ താങ്ങാൻ പറ്റില്ല. ഭാരതം എന്ന വികാരമുള്ള ആളുകളാണിക്ക വന്ദേമാതരവും ദേശീയഗാനവും ഒക്കെ ആചരിക്കുന്നത്. അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ ഇപ്പൊ സംസാരിക്കേണ്ട കാര്യം എന്തോന്നാന്ന് മനസ്സിലായില്ല. വേണ്ടി വന്നാൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ശ്രീ വി ഡി സതീശൻ ഗണഗീതവും ഒന്ന് പാടിയനെ. ഗണഗീതമോ? അതെന്നാത്ത ചാതനക്ക? നിങ്ങൾ വെറുതെ കണ്ണടയൊക്കെ വെച്ച് വന്ന് നിന്ന് ഞങ്ങളെ ഇങ്ങനെ സീരിയസ് ആയിട്ട് ചിരിപ്പിക്കല്ലേ. എം ജി റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുരിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷം കരുത്തായി ഉണ്ടാകണം എന്ന് മലയാളിക്ക് ഒരിക്കൽ കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന ദിവസമാണ്. എന്തുകൊണ്ട് ഇവിടെ ഇടതുപക്ഷം ഒരിക്കൽ കൂടി ഉണ്ടായിക്കൂടാ എന്ന് കൃത്യമായിട്ട് ചിന്തിച്ച് ഇലക്ഷന് വോട്ടിങ്ങിലൂടെ മറുപടി തന്ന മലയാളികളോട് തന്നെ ഈ ഡയലോഗ് അടിക്കണം. അടാറ് കോമഡി ആയിട്ടുണ്ട്. വന്ദേമാതരം ഇവിടെ ആലപിക്കാതിരുന്നത് ഇടതുപക്ഷം ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ഇടതുപക്ഷം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ വന്ദേമാതരം മുഴുവൻ ആലപിച്ച് നാടിനെ ഇല്ലാതാക്കി കളഞ്ഞേനെ കുറെ ദുഷ്ടശക്തികൾ എന്നൊക്കെയാണ് ഇക്ക സീരിയസ് ആയിട്ട് പറഞ്ഞു വരുന്നത്. പൊന്നു മനുഷ്യ, വന്ദേമാതരം നമ്മുടെ ദേശീയ ഗീതമാണ്. ജനഗണമന നമ്മുടെ ദേശീയ ഗാനമാണ്. ഇതൊക്കെ ഇവിടെ പാടിയെന്ന് കരുതി നാട് മുടിയാനൊന്നും പോകുന്നില്ല. ഇവിടെ ബോംബ് പൊട്ടാനൊന്നും പോകുന്നില്ല. പാട്ടിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴാ അയ്യപ്പന് വേണ്ടി 2 വരി പറഞ്ഞ ആളുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ. മുടിയാൻ ഇനി വല്ലതും ബാക്കിയുണ്ടോ? കല്ലും മുള്ളും കാലിക്കുത്ത നോക്കിയും കണ്ടുമൊക്കെ ആലപിക്കുന്ന മുതലുകള്. കല്ലും മുള്ളും കാലിക്കുത്ത. അതെന്തോന്ന് സാധനം? കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ഭൂതകാലം എന്താണ്? ആഹാ, ആ പരിപാടിയും കയ്യിലുണ്ടോ? ഭൂതം ഭാവി പറയും സാർ. അപ്പൊ പിന്നെ വർത്തമാനം ഞാൻ പറയും. എന്തൊക്കെ കഴിവുകളാ കയ്യിലിരിക്കുന്നത്. സകലകലാവല്ലഭൻ. ഭൂതം ഭാവി വർത്തമാനം കൈനോക്കി പറയാം, കൈരേഖ നോക്കി പറയാം. വി ഡി സതീശന്റെ ഭൂതകാലം ഞങ്ങൾക്ക് അറിയില്ലിക്ക. ഇക്ക ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തന്നേ. കഴിഞ്ഞ ജന്മത്തെ കാര്യങ്ങൾ തന്നെ ആയിക്കൊള്ളട്ടെ, പറ. സവർക്കറെ പോയി വഴങ്ങിയതാണ് ഭൂതകാലം. ഛേ, നശിപ്പിച്ച്. ഇത് പറയാനായിരുന്നു ഇത്രയും വലിയ ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തത്. പൊട്ടന്മാര്, പൊട്ടന്ന ലോക പൊട്ടനാണ്. ഭൂതകാലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ലാത്ത ഒരു വിദ്വാനാണത്. സവർക്കറുടെ മുമ്പിൽ വിളക്ക് കൊളുത്തിയതാണ് അദ്ദേഹത്തിന്റെ ഭൂതകാലം. അതെ, എനിക്ക് തോന്നുന്നതാണോ അതോ ശരിക്കും മണ്ടനാണോ? ഇതിനേക്കാൾ ഭേദം വി ഡി സതീശന്റെ ഭൂതകാലം കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്നു എന്നതാണ് എന്ന് പറയുന്നതായിരുന്നല്ലോ. പിന്നെ കേരളത്തിൽ ആ കാർഡ് ഇറക്കിയാൽ ചിലവാകില്ല. കേരളത്തിലെ ഇടത് മതേതര ബോധം ശക്തമാണ്. ഇടതിന്റെ മതേതര ബോധമോ മതമില്ല എന്ന ബോധമോ? അതോ ജാതിയും മതവും മാത്രമല്ല ദൈവങ്ങളും ഇല്ല എന്ന ബോധമോ? അതോ ദൈവങ്ങളില്ലെങ്കിലും ദൈവത്തിന് സമ്പത്തുണ്ട് എന്ന ബോധമോ? അതോ ദൈവത്തിന്റെ സമ്പത്ത് ഇടതിന്റെ സമ്പത്ത് എന്ന ബോധമോ? കൂടുതൽ പറഞ്ഞ് ബോധം കെടണ്ട, നിർത്തിക്കും. അതിൽ ഇടതുപക്ഷത്തിന് വലിയ ചോദ്യം ചെയ്യൽ ശക്തിയുണ്ട്. ഇടതുപക്ഷം കരുത്താണ്. സമ്മതിക്കത്തില്ല. വാക്ക് ഓഫ് ദ ഡേ കരുത്താണ്. ഞങ്ങള് സമ്മതിച്ചിക്ക, പണ്ടത്തേനേക്കാളൊക്കെ നല്ല കരുത്തിപ്പോ ഉണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണ്ട. ചിരിയും പുച്ഛവും ഒക്കെ ഒന്നിച്ചു വരുന്നു, അതാ. ഈ വാചകടി കുറച്ച് കൂടുതലായതുകൊണ്ട് നാക്കിന് റെസ്റ്റ് ഇല്ലാത്ത കാരണം പലപ്പോഴും ഇവന് സമയത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം കാക്കി ട്രൗസർ പുറത്ത് കാണിക്കാൻ മടിച്ചു നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ട്രൗസർ പുറത്ത് കാണിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ആർഷയുടെ കാര്യം ഓർമ്മ വന്നത്. സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ആർഷോ എന്ന് പറയുന്ന ഒരു വലിയൊരു വിദ്വാൻ ഉണ്ടല്ലോ, ക്ലാസ്സിൽ കയറാതെ ബിരുദം സമ്പാദിച്ചു. നീ അറിഞ്ഞ ഞാൻ പെട്ടു. വ്യാജ ബിരുദവും എടുത്തുകൊണ്ട് കോഴിക്കോട് സർവകലാശാലയിലെ ബിരുദാനന്തര ബിരുദത്തിന് വരെ ശ്രമിക്കുകയും ചെയ്തു. അപ്പോഴാണ് പിടി വീണത്. നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. അങ്ങനെ ഇപ്പൊ കാണാനില്ലല്ലോ ഇക്ക. എല്ലാരും കൂടെ ഒതുക്കിയോ? ട്രൗസർ കാണിച്ചും കാണിക്കാതെയും
ഷോ നടത്തി, ഷഡ്ജരഹിത ഷോ നടത്തി. പുള്ളിക്കാരൻ പ്രസ്ഥാനത്തിന് വേണ്ടി നൽകിയ സംഭാവനകൾ ചെറുതായിട്ട് കാണരുത് കേട്ടോ. നാട്ടുകാർ വലുതായിട്ടൊന്ന് കണ്ടതാ. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കിപ്പോയി. ഏതായാലും ഇക്ക പറഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് നന്നായിട്ട് ബോധിച്ചിട്ടുണ്ട്. ആ ഒരു ആത്മസംതൃപ്തിയോടെ കണ്ണടയുടെ കാലിനെ ഒന്നും കൂടെ ആഞ്ഞു പിടിച്ച് കുലുക്കിയിട്ട് നേരെ LKG സെന്ററിലേക്ക് വിട്ടോ. അടുത്ത ക്യാപ്സ്യൂളുകൾ റെഡി ആയിട്ടുണ്ടാവും. ചെല്ല്. ഞാൻ പോകുന്നു. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം.